ஜெஸ்ஸி மனசுல யாரு? ஜெஸ்ஸி மனசுல 2 பேர் இருக்காங்க. ட்ரிஷா ஒரு பைசெக்சுவல். அதனால தற்போதைய நிலவரம் என்னன்னா, அவங்க மனசுல சோல்மேட்டா பதிய வச்சிருக்கிற 2 பேரு ஆண்கள் வர்க்கத்துல உதயநிதி ஸ்டாலின், பெண்கள் வர்க்கத்துல ரம்யா கிருஷ்ணன். ரம்யா கிருஷ்ணன் அவங்க எப்படி ட்ராப் பண்ணாங்கன்னா, தாய்லாந்துக்கோ எங்கேயோ ஒரு ட்ரிப்புக்கு கூட்டிட்டு போய் அங்க வந்து சோல் சிஸ்டர் செரிமனி அப்படின்னு ஏதோ பண்ணி பார்த்தா பொம்பளை கல்யாணம் பண்ணி வச்சுட்டாங்களாம். ட்ரிஷா என்கிற நித்யானந்தா, ட்ரிஷா என்கிற கல்ட் லீடர் நித்யானந்தா அந்த ஸ்டேட்டஸ்ல இருக்காங்க. ட்ரிஷா என்னதாங்க சொல்றது? அம்மன், ஜெய் ட்ரிஷா அம்மன். எத்தனை பரிமாணம் புல்ல இருக்குது. அவங்க மனசுல ஆழமா பதிஞ்சிருக்கிற 2 நபர்கள். பெண்கள்ல ரம்யா கிருஷ்ணன், ஆண்கள்ல உதயநிதி ஸ்டாலின். பட் நாளைக்கு இது மாற வாய்ப்பு. There's a lot of gossip you hear about her, a lot of which is true. ரொம்ப சரக்கடிப்பாங்க, கணக்கு இல்லாம பார்ட்டி பண்ணுவாங்க. she picks up boys like boys வந்து girls பிக்கப் பண்ணுவானுங்கல்ல, அந்த மாதிரி இவ பிக்கப் பண்ணுவா. பாருக்கு போய் அவன் இவன் அப்படின்னு பிக்கப் பண்ணி ஒன் நைட் ஸ்டாண்டுக்கு எல்லாம் கூட்டிட்டு போவாங்க. ரொம்ப ஃபேமஸ் அதுக்கெல்லாம் ட்ரிஷா அந்த டைம்ல. വിജയ് തൃഷ ഇവരുടെ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ തോതിൽ ഇങ്ങനെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിജയ് സംഗീത തമ്മിലുള്ള ഡിവോഴ്സ് സംഭവം ഭയങ്കര രീതിയിൽ എല്ലാവരും അറിഞ്ഞ് വൈറലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്, എന്താണ് കാരണം, എന്താണ് സംഭവവികാസം എന്നുള്ളതിനെ കുറിച്ചുള്ള പല ചർച്ചകൾ. പക്ഷെ അത് ചെന്നെത്തുന്നത് തൃശ്ശയിലോട്ടാണ് എന്നതാണ് ഒരു വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സംഭവവികാസങ്ങൾ ഇങ്ങനെയൊക്കെ? അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത്. ഇത് സുജി ഈ പറയുന്ന തോതിൽ അറിയാം. സംഭവം പുള്ളിക്കാരത്തെ ഒരു പിന്നണി ഗായികയാണ്, ഒരു RJ കണ്ടാണ്. അപ്പോൾ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല ഈ ബോംബൊക്കെ പൊട്ടിക്കുന്നതെന്ന് പറയുന്നത്. ഇതിന് മുന്നും, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഇത് സോഷ്യൽ മീഡിയ ചൂട് പിടിക്കുന്നതിനൊക്കെ തന്നെ മുമ്പേ ട്വിറ്ററിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. അത് നമ്മൾ പലരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല ആൾക്കാരുടെയും ഈ പറയുന്ന രീതിയിൽ ആക്ടേഴ്സിൻ്റെയും ഒക്കെ തന്നെ പല കാര്യങ്ങളും ഒക്കെ തന്നെ പുള്ളിക്കാരി പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന തരത്തിലോട്ടുള്ള ചില കാര്യങ്ങളും ചില ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് മാറിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും സുചിത്രയുടെ പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറയേണ്ടി വരും. അതും വിജയെക്കുറിച്ചും തൃഷയെക്കുറിച്ചും ഒക്കെ തന്നെ. അതും തൃഷയെ അങ്ങേയറ്റം, എന്താണ് തൃഷ, നമ്മളൊന്നും വിചാരിക്കുന്ന കണക്കുള്ളൊരു തൃഷയല്ല. തൃഷയാണ് വേറെ ലെവലാണ്, അല്ലെങ്കിൽ തൃഷയാണ് വേറൊരു ഇതാണ് എന്നുള്ള സംഭവത്തിലാണ് ഇപ്പോൾ സുചിത്രയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തോതിൽ ഇപ്പോൾ ഇങ്ങനെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസമാണെന്ന് പറയേണ്ടി വരും. കാരണം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സുചിത്ര വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, ഇനി എത്രത്തോളം കള്ളത്തരമുണ്ട് എന്നൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും കുറച്ചൊന്നും ധൈര്യം പോരാ ഇമാതിരിയുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയാനായിട്ട്. പുള്ളിക്കാരത്തി അത് പച്ചയ്ക്ക് തന്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തൃഷ അങ്ങനെയാണ്, തൃഷ ഇങ്ങനെയാണ്, തൃഷ മറ്റതാണ്. ഈ വിജയ് തൃഷ തമ്മിലുള്ള ഒരു വിഷയം, ശരിക്കും പറഞ്ഞാൽ ഈ വിജയ് തൃഷ തമ്മിലുള്ള ഈ ഒരു സംഭവ വികാസം, ഈ ഒരു പേരുദോഷം എന്ന് തന്നെ പറയാം. വിജയ്ക്ക് അല്ലെങ്കിൽ തൃഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം, ഇത് കുറെ നാളുകളായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിപ്പോ സംഗീത വിജയ് തമ്മിൽ രണ്ട് തട്ടിലാണ്. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞാണ് ഇപ്പോൾ താമസിക്കുന്ന കാര്യം എന്നൊക്കെ തന്നെ ചർച്ചാവശ്യമായിട്ട് ഇപ്പോൾ വർഷങ്ങൾ കുറെ ആയി. പക്ഷേ എല്ലാത്തിനും ഒരു പര്യവസാനം വന്നതെന്ന് പറയുന്നത് ഇപ്പോഴാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡൈവേഴ്സ് പെറ്റീഷൻ ആ ഒരു തരത്തിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നോർമലായിട്ട് എന്താണ് കാരണം, നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രോളുകൾ, അതായത് തൃഷയ്ക്കും വിജയ്ക്കുമെതിരെ ഇവർ രണ്ടുപേരും കാരണമാണ് ഇപ്പോൾ ഈ ഒരു ഡിവേഴ്സിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര രീതിയിലുള്ള ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സംഭവമൊക്കെ തന്നെ ഇതിന് മുന്നേ തന്നെ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിജയ് തൃഷ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഇവർ തമ്മിൽ ലിവിങ് ടുഗദർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള ന്യൂസുകൾ പലരും പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇപ്പോൾ അവസാനമായിട്ട് തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലെ പല പാർട്ടിയിലെ ലീഡേഴ്സ് തന്നെ പലരും പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെതിരെ തൃഷ പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പോലും തൃഷ ഒന്നും തന്നെ വ്യക്തമാക്കി പറയുന്നില്ല, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കാര്യവുമില്ല എന്നുള്ളതൊന്നും തൃഷ വെളിപ്പെടുത്തുന്നില്ല, വിജയ് പോലും വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ എന്തോ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലോട്ട് പലരും മുതിരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഡൈവേഴ്സ് പറ്റി കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്കും അത് ഉറപ്പിച്ച് കഴിഞ്ഞു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സുചിത്രയുടെ ഈ ഒരു പച്ചയ്ക്കുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും വിജയുടെ കാര്യം പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഒരു പാർട്ടി തുടങ്ങുകയും തമിഴ്നാട്ടിൽ ആ പാർട്ടി ഒരു വലിയ സംഭവമാക്കി മാറ്റിക്കൊണ്ട് തനിക്ക് CM ആകാനൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദാ കിടക്കുന്നു തലക്കരടി എന്ന് പറയുന്ന തരത്തിലായി ആയിപ്പോയി കാര്യങ്ങളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ തൃഷ വിഷയം വിജയ്ക്ക് 8ന്റെ അല്ല 16ന്റെ പണിയാണ് പലപ്പോഴായിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയുന്നത്. കാരണം പച്ചയ്ക്ക് പറയുന്നത് വിജയ് ഒരു മണ്ടനായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിജയ് ഒരു മണ്ടനാണെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം പുള്ളിക്കാരൻ ഇപ്പം ഈ സിനിമാ ഫീൽഡിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിലൊക്കെ തന്നെ വിജയ് ഭയങ്കരമായിട്ട് സക്സസ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിലൊക്കെ തന്നെ വിജയ് സമ്മതിക്കണം. പക്ഷേ
രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പുള്ളി പല രീതിയിലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചു എന്നുള്ളത് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒതുക്കി തീർക്കേണ്ട സമയത്ത് ഒതുക്കി തീർക്കണമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇതൊക്കെ തന്നെ ഇന്നലെയൊന്നും കേൾക്കാൻ തുടങ്ങിയ സംഭവങ്ങളൊന്നും അല്ല. പുള്ളിക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ കേൾക്കാൻ തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ആ ഒരു തരത്തിൽ ഒതുക്കി തീർക്കാനായിട്ടുള്ള കഴിവ് വിജയ്ക്ക് വേണമായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന വിജയ് തുടക്കത്തിലെ പണി പാളി എന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വിജയുടെ രാഷ്ട്രീയ ഭാവിയിൽ നല്ല രീതിക്ക് ബാധിക്കും, അതും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ഈ പലരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വിജയ് തൃഷ വെച്ച് കമ്പയർ ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ജയലളിത എംജിആർ ആ ഒരു തരത്തിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലാണ് തൃഷ ഇപ്പോൾ കാര്യങ്ങൾ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിജയ് ഇപ്പോൾ കാര്യങ്ങൾ പിടിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ തന്നെ ഈ സുചിത്ര ഈ പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും അല്ല, ഇനിയും കാര്യങ്ങൾ കിടക്കുന്നത്. കുറച്ചുകൂടി നമുക്കൊന്ന് കേൾക്കാം എന്താണ് പറയുന്നത്. ட்ரிஷா கீ கொடுத்து விஜய் சங்கீதா மேல பல தடவை கை வாங்கியிருக்கான். அது வரைக்கும் இருந்த பிரச்சனை என்னன்னா ட்ரிஷா விட்டு தொலையேன், சரி விட்டுட்டேன். பார்த்தா 3 நாள்லயே போய் அவன் மடியில கிடக்கான். இல்ல இந்த வாட்டி விட்டுட்டேன், சத்தியமா விட்டுட்டேன், காலைல விழ வேண்டியது. அடுத்த வாரமே அவன் மடியில போய் கிடக்கான். இது எத்தனை வாட்டி டூ அண்ட் ஃப்ரோ சங்கீதா பொறுத்துப்பா. குழந்தைங்களால தாங்க முடியல, பிச் ஆண்டினே பேர் வச்சுட்டாங்க ட்ரிஷாக்கு. ஹேட் ட்ரிஷா. குழந்தைங்களை மேனிபுலேட் பண்ணிருக்காங்க, சினிமாக்குள்ள இழுக்க ட்ரை பண்ணிருக்காங்க. அந்த பொண்ணை ஸ்டேஜ்ல போய் டான்ஸ் ஆடு, பையன் டைரக்டர் ஆவனேன்னு இன்ஸ்டாகிராம்ல ரீல்ஸ் போடு. இல்ல ட்ரிஷா ஐடியா விஜய் வாயால வருது. ட்ரிஷா தோல்பாவே ஆயிட்டான் விஜய், ட்ரிஷா கைப்பாவே ஆயிட்டான். ட்ரிஷா சோ விஜய் மூலமா she started controlling everybody in the house. சோபா சந்திரசேகர் ட்ரிஷா பெஸ்ட் ஃப்ரெண்ட்ஸ் ஆயிட்டாங்களாம். சங்கீதாவை பத்தி காசிப் பண்ணணும்னா சோபா சந்திரசேகருக்கு ட்ரிஷா கிடைச்சிட்டாங்க. மாமியாரும் கேர்ள் ஃப்ரெண்ட் ஆயிட்டா அப்ப மனைவி வெளியே போக வேண்டியதான். பசங்க சொல்லிச்சா நாங்க அம்மா விட்டு இருக்க மாட்டோம், ஐயோ உங்களையும் ட்ரிஷாவையும் இந்த வீட்டுல ஜல்சா பண்றதை பாக்கிறதுக்கு நாங்களும் கிளம்புறோம்ட்டாங்க. ஃபுல் வில்லிங்னஸோட குழந்தைங்க ஒரு நல்ல செட்டில்டு லண்டன் ஹவுஸ் ஹோல்டுல நிறைய ஃப்ரெண்ட்ஸோட ரொபாட்டிக்ஸ் பேஸ்பால்னு ஹெல்த்தி லைஃப் வாழ்ந்துட்டு இருக்காங்க. സിനിമാവേ വേണ്ട. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. കാരണം ഈ പുള്ളിക്കാരത്തി വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വരെ തോന്നിപ്പോകും. കാരണം അത്രയ്ക്കും ഭയങ്കരമായിട്ടാണ് പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴായാലും ഓരോ റൂമേഴ്സ് വരുമ്പോഴായാലും ഇതിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമേ ഇല്ല എന്നുള്ളത് വിജയോ തൃഷയോ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ കാര്യം തൃഷയ്ക്കല്ല, വിജയ്ക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഉണ്ടാക്കുന്ന കാര്യവും അത് തന്നെയാണ്. അതായത് ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു വിജയ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് വിജയ് കാണിച്ച മണ്ടത്തരം എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ പറയുന്ന തൃഷ വിജയ് രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു വലിയ ഇതിലേക്ക് കാലെടുത്ത് വച്ചപ്പോഴത്തേക്കും വിജയ്ക്ക് അതിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും വിജയ്ക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു തൃശ്ശൂരുമായിട്ടുള്ള ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതിൽ സത്യമുണ്ടോ സത്യമില്ലേ, പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിജയ് അത് മാക്സിമം അവോയ്ഡ് ചെയ്യണമായിരുന്നു. പക്ഷേ അവിടെ വിജയ്ക്ക് അടിപതറിയെന്ന് എടുത്ത് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരാളാണോ തമിഴ്നാട്ടില് ജനങ്ങളെ രക്ഷിക്കാനായിട്ട് അവിടെ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിജയ്ക്ക് എന്ത് ഉത്തരം ഇരിക്കുന്നു? അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയാണോ തമിഴ്നാട്ടിനെ സംരക്ഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വിജയ് പെട്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓൾറെഡി പെട്ടിരിക്കുന്നു, സ്വന്തം ഭാര്യ തന്നെ 8ന്റെ പണി കൊടുത്തു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഇത് ഈ പറയുന്ന ഭരണപക്ഷമായിട്ടുള്ള DMK ആയാലും അതോടൊപ്പം തന്നെ BJP ആയാലും ഒക്കെ തന്നെ ഒരു വലിയ ആയുധമാണ് ഇപ്പോൾ എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ വിജയ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് തൃഷയുടെ ഈ വിഷയത്തിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ ഒരു പച്ചയായ സത്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഡിവോഴ്സ് വിഷയത്തിൽ വിജയ് പച്ചയ്ക്ക് ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല. എന്തോ പ്രസ് മീറ്റോ കാര്യങ്ങളോ ഒക്കെ നടത്തുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊരു കാര്യവും കേട്ടിട്ടില്ല. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് എടുത്ത് കാല് കുത്തിയതേ ഓർമ്മയുള്ളൂ. നല്ല പണിയാണ് വിജയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 2026 ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇനി എന്തെല്ലാം പൊന്തി വരാനായിട്ട് കിടക്കുന്നു. ഇനി വരുന്ന ഇലക്ഷനിൽ വിജയ് ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി 16ന്റെ പണി വാങ്ങി 8 നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ ഈ തൃശ വിഷയത്തിൽ ഒരുപാട് ചുരുളഴിയാത്ത രഹസ്യങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഓരോ കാര്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ തൃഷ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിവാഹിതയാവേണ്ട ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം വർഷങ്ങൾക്ക് മുന്നേ തന്നെ പുള്ളിക്കാരത്തിന് കല്യാണം ചെയ്ത് കഴിഞ്ഞിട്ട് കല്യാണം കൊണ്ടൊക്കെ ആയി. ആ ഒരു തരത്തിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ആ വ്യക്തി ആരാണ് എന്നൊക്കെ തന്നെ. അത് പെട്ടെന്ന് മുടങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി, കല്യാണം വേണ്ട എന്ന് വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതിനുശേഷം പിന്നെ വേറൊരു തരത്തിലേക്ക് മാറുകയായിരുന്നു കാര്യങ്ങളെന്ന് പറയും. തൃശ്ശൂരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറൊരു തരത്തിലായിരുന്നു എന്നുള്ളത് ശരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. കാരണം തമിഴ് ഫിലിം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരുമായിട്ട് അത്രത്തോളം അടുപ്പമുള്ളവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും അവസാനം പണി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വിജയ്ക്കാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു പരിതാപകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ വിജയ് ഇനി തരണം ചെയ്യും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിജയ്ക്ക് എന്ത് ഉത്തരമാണ് ഇതിൻ്റെ പേരിൽ കൊടുക്കാനുള്ളത് എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ വിജയ് ഇനിയും കുരുക്ക് മുറുകുന്ന തരത്തിലോട്ട്, വിജയ്ക്ക് മാത്രമല്ല തൃഷയ്ക്കും കുരുക്ക് മുറുകുന്ന തരത്തിലോട്ട്